നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 സോഷ്യോളജിയുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വൺ വേർഡുകളാണ് കേട്ടോ. നമ്മളിപ്പോൾ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺ വേർഡ്സ് മാത്രമാണ്. ആദ്യം നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ ചോദ്യങ്ങൾ നോക്കുന്നു, പിന്നാലെ മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻസും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു നോ ഹൗ അതേഴ്സ് ലുക്ക് അറ്റ് അസ് ആൻഡ് ദ എബിലിറ്റി ടു ലുക്ക് അറ്റ് അവർ സെൽസ് ഫ്രം ഔട്ട്സൈഡ് ഈസ് കോൾഡ്. നമുക്ക് പുറമേ നിന്ന് നോക്കി കാണാനുള്ള ആ ഒരു പ്രക്രിയ എന്താണ് പറയുന്നത്? സെൽഫ് റിഫ്ലക്സിവിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് ഹൂ ഈസ് ദ സോഷ്യൽ സയൻറ്റിസ്റ്റ് ഹൂ സ്റ്റഡീഡ് ദ റിലേഷൻ ബിറ്റ്വീൻ. അതെ, പ്രൈവറ്റ് ഡിഫിക്കൽട്ടും സോഷ്യൽ പ്രോബ്ലംസും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിച്ച സോഷ്യൽ സയൻറ്റിസ്റ്റ് ആരാണ്? സി. റൈറ്റ് മിൽസ് ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യം പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇനി നോക്കൂ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്ക് ഓഫ് ആഡം സ്മിത്ത്? ആഡം സ്മിത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്ക് ഏതാണ്? ഈ താഴെ കൊടുത്തിട്ടുള്ളതിൽ പ്രധാനപ്പെട്ടത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. വെൽത്ത് ഓഫ് നേഷൻസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? നമ്മുടെ നെഹ്റു ആണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. നഗരപാലിക എന്നാണ് വന്നത്? ദറ്റ് ഈസ് നമ്മുടെ 74ാമത്തെ അമെൻമെൻറ്റിലൂടെയാണ് നഗരപാലിക വരുന്നത്. 1993 ജൂൺ 1-ാം തീയതിയാണ് നഗരപാലിക നിലവിൽ വരുന്നത്. ക്ലിയർ ആണോ? അടുത്ത് നോക്കൂ, ഡേഷ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. നമ്മുടെ പോപ്പുലേഷനെ പറ്റി പഠിക്കുന്ന പഠനശാഖ എന്താണ്? ഡെമോഗ്രഫിയാണ് കേട്ടോ. ഡെമോഗ്രഫി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ നോക്കൂ, ദ ഫാമിലി ഇൻ വിച്ച് ന്യൂലി മാരീഡ് കപ്പിൾ സ്റ്റേ വിത്ത് ദ ഫാമിലി ഓഫ് ദ ഫാദർ ഓഫ് ദ ഗ്രൂം ഈസ് കോൾഡ്. അത് പാട്രി ലോക്കലാണ് കേട്ടോ. അതായത് നമ്മുടെ വിവാഹശേഷം എന്താണ് വരൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ് പാട്രി ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. ഇനി കോർണർ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റം ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ. ഞാൻ ആൻസർ എഴുതുന്നില്ല. നമ്മുടെ ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. 9ാമത്തെ ചോദ്യം, ജാതി വിച്ച് ഹാഡ് മോർ മെമ്പേഴ്സ് ആൻഡ് മോർ ലാൻഡ് വാസ് കോൾഡ് ഡേഷ് ബൈ എം എൻ ശ്രീനിവാസ്. ഓക്കെ, അതായത് കൂടുതൽ അംഗങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ലാൻഡുമുള്ള ജാതി എന്താണ് എം എൻ ശ്രീനിവാസ് വിളിച്ചത്? ഡോമിനൻ്റ് കാസ്റ്റ് എന്നാണ്. ഡോമിനൻ്റ് കാസ്റ്റ്. ഓക്കെ, ഡോമിനൻ്റ് കാസ്റ്റ് എന്നാണ് എം എൻ ശ്രീനിവാസ് വിളിച്ചത്. 10ാമത്തെ ചോദ്യം, ദ മോഡേൺ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഡാഷ് വാസ് ഫൗണ്ടഡ് ഇൻ പഞ്ചാബ്. പഞ്ചാബിൽ രൂപം കൊണ്ട ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആണ് ഏത്? ആര്യ സമാജ്. ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, മൈനോറിറ്റീസ് ആർ ദ എക്സ്പ്ലോസീവ് പവർ ഇഫ് ഇറ്റ് എക്സ്പ്ലോർട്സ് ദ എൻറ്റയർ നേഷൻ വിൽ ക്രംപിൾ. ഇത് ആര് പറഞ്ഞതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? അംബേദ്കർ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ഞാൻ ബാലൻസ് ചെയ്തുന്നില്ല കേട്ടോ. ഇനി നമുക്ക് നേരെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഒരു വ്യക്തിക്ക് പുറമേ നിന്ന് തന്നെ നോക്കി കാണാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത്? സ്വയം പ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, സ്വയം പ്രതിപതനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2ാമത്തെ ചോദ്യം നോക്കിക്കോളൂ, സ്വകാര്യ ബുദ്ധിമുട്ടുകളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച സാമൂഹ്യ ശാസ്ത്രജ്ഞൻ, അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് ആര്? സി. റൈറ്റ് മിൽസ് എന്ന് പറയുന്നത്. റൈറ്റ് മിൽസ് അല്ലെങ്കിൽ CW മിൽസ് എന്ന് പറയാം. 3ാമത്തെ ചോദ്യം, ആഡം സ്മിത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏതാണ്? ഇതിൽ ആഡം സ്മിത്തിൻ്റെ ഏതാണ്? വെൽത്ത് ഓഫ് നേഷൻസ്. ഇനി 1939 രൂപം കൊണ്ട ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി നോക്കൂ, അടുത്ത നഗരപാലിക സംവിധാനം നിലവിൽ വന്നത് 1993 ജൂൺ 1-നാണ് നഗരപാലിക വരുന്നത്. 74ാമത്തെ ഭേദഗതിയിലൂടെയാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ചോദ്യം, ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് എന്ത്? ഡെമോഗ്രഫി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യം നോക്കൂ, ദമ്പതിമാർ വരൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന കുടുംബത്തെ ഡാഷ് എന്ന് പറഞ്ഞു. എന്താണ് പാട്രി ലോക്കൽ എന്നാണ് നമ്മൾ പറയുന്നത്. പാട്രി ലോക്കലിന് നമ്മുടെ മലയാളത്തിൽ പിതൃലോക കുടുംബം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. 8ാമത്തെ ചോദ്യം നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനശില ഡേഷാണ്. എന്താണ്? ഭരണഘടനയാണ്. ഓക്കെ, ഭരണഘടനയാണ് ഉത്തരം വരുന്നത്. 9ാമത്തെ ചോദ്യം, ഒരു ഗ്രാമത്തിൽ സംഖ്യ കൂടുതലും ഭൂ ഉടമസ്ഥതയിലുള്ളതുമായ ജാതിയെ എം എൻ ശ്രീനിവാസ് എന്താണ് വിശേഷിപ്പിച്ചത്? ഡോമിനൻ്റ് കാസ്റ്റ്, അതായത് പ്രബല ജാതി എന്നാണ് എം എൻ ശ്രീനിവാസ് വിശേഷിപ്പിച്ചത്. 10ാമത്തെ ചോദ്യം, ആധുനിക സാമൂഹിക നവീകരണ പ്രസ്ഥാനമായ ഡേഷ് പഞ്ചാബിൽ സ്ഥാപിതമായി. ആര്യ സമാജാണ് കേട്ടോ. ഇനി 11ാമത്തെ ചോദ്യം ഏതാണ്? ന്യൂനപക്ഷങ്ങൾ ഒരു സ്ഫോടക ശക്തിയാണ്, അത് പൊട്ടിത്തെറിച്ചാൽ മൊത്തം രാഷ്ട്രവും തകർന്നു വീഴും എന്ന് പറഞ്ഞത് ആരാണ്? അംബേദ്കർ ആയിരുന്നു അങ്ങനെ പറഞ്ഞത്. ഓക്കെ.